പാർട്ടി വിട്ട വയനാട് മുൻ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ.പി. മധുവിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് സന്ദീപ് വാര്യർ ആലോചിച്ചറിയിക്കാമെന്ന് മറുപടി പറഞ്ഞതായും യു.ഡി.എഫ്, എൽ.ഡി.എഫ് നേതാക്കളുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും കെ.പി. മധു പറഞ്ഞു. രതീഷ് വാസുദേവനോട്. രതീഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കെ.പി. മധു പാർട്ടി വിടുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല. മുന്നണി മാറ്റം നിലവിൽ ഇപ്പോൾ അജണ്ടയിലില്ല. നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ? മുന്നണി മാറ്റം സംബന്ധിച്ച ഒരു സൂചന അദ്ദേഹം നൽകുന്നുണ്ടോ? അത്തരത്തിൽ തന്നെ കരുതേണ്ടതുണ്ട്. കാരണം ഇന്നലെ മറ്റ് മുന്നണികളിലേക്ക് പോകില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ കെ.പി. മധു പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ തന്നെ വിവിധ മുന്നണികൾ അദ്ദേഹത്തെ നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ടെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇദ്ദേഹത്തോട് ബന്ധപ്പെടുന്നത്, മുന്നണിയിലേക്ക് മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തോടുള്ള വിയോജിപ്പ് വ്യക്തമായിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ രംഗത്ത് വന്നത്, പുറത്തേക്ക് പോയത്, ബി.ജെ.പി. പുറത്തേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കൂടുതൽ ബി.ജെ.പിയിൽ നിന്ന് കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കളെ ഉൾപ്പെടെ അടർത്തി മാറ്റാനുള്ള ശ്രമം സന്ദീപ് വാര്യരുടെ ഭാഗത്തുണ്ടാവും. അതിന്റെ കൂടെ ഭാഗമായ ഒരുപക്ഷെ കെ.പി. മധുവുമായി ബന്ധപ്പെട്ടത് വയനാട് ജില്ലയിലെ ജില്ലാ അധ്യക്ഷനായിരുന്ന ആളെന്ന നിലയിൽ കെ.പി. മധുവിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുക എന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമായി തന്നെയാണ് കരുതുന്നത്. അത് ബി.ജെ.പിക്ക് ഉൾപ്പെടെ വലിയ ക്ഷീണമാവും ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച്. രതീഷ്, നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ ഈ പ്രാദേശിക നേതൃത്വവുമായിട്ട്, മറ്റ് മുന്നണികളുടെ പ്രാദേശിക നേതൃത്വവുമായിട്ട്? കെ.പി. മധു ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്തുന്നു എന്ന് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇപ്പോൾ രതീഷ് പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ മുന്നണി വിട്ട ഏറെക്കുറെ അതേ സാഹചര്യം തന്നെയാണ് കെ.പി. മധുവിനും, അല്ലേ? തീർച്ചയായും ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തോടെ ഇണഞ്ഞ ആളുകൾ എന്ന നിലയിൽ തന്നെയാണ് സന്ദീപ് വാര്യരും കെ.പി. മധുവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. രതീഷ് ഒരു മിനിറ്റ് രതീഷ്, കാരണം എന്തോ ഒരു പ്രശ്നമുണ്ട്. രതീഷ് പറയുന്ന പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല. രതീഷിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ ഈ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു, അദ്ദേഹം വയനാട് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു, അദ്ദേഹം മുന്നണി വിടുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. നേതൃത്വത്തോട് ഇടഞ്ഞായിരുന്നു മുന്നണി വിടുന്നത്. എന്നിട്ട് ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റ് മുന്നണികളുമായി ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല, മുന്നണി മാറ്റം അജണ്ടയിലില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സന്ദീപ് വാര്യർ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ രതീഷ് വാസുദേവൻ ഈ വാർത്ത പുറത്തുവിടുന്നത്. രതീഷ്, ടെലിഫോൺ ലൈനൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, തുടരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തോട് ഇടഞ്ഞാണ് സന്ദീപ് വാര്യർ ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തത്. അതേ സാഹചര്യം തന്നെയാണ് കെ.പി. മധുവിന്റെ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സമാനമായി ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ CPM നേതൃത്വമായി CPM-ന്റെ LDF നേതൃത്വം ഒക്കെ ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പക്ഷെ അതിനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കെ.പി. മധുവിനെ സംബന്ധിച്ചുള്ളത്. കാരണം അത്തരം കൂടുതൽ ആളുകൾ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുക എന്ന നിലയിൽ തന്നെയാണ് സന്ദീപ് വാര്യരുടെ ഇടപെടൽ നടന്നു എന്ന് കെ.പി. മധുവിനോട് സംബന്ധിച്ചപ്പോൾ മനസ്സിലാവുന്നത്. ഒരുപക്ഷെ വളരെ വൈകാതെ തന്നെ അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ എത്താനും സാധ്യതയുണ്ട്. എന്നാൽ അത്ര ഉറപ്പിൽ സ്ഥിരീകരിക്കാൻ തക്ക ഇടപെടലുകൾ നടന്നോ എന്നത് വരും മണിക്കൂറുകൾക്കുള്ളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. രതീഷ്, ഈ സന്ദീപ് വാര്യർ നടത്തിയതുപോലെ അതിതീവ്രമായ ഈ ഒരു വർഗീയത അല്ലെങ്കിൽ ഒരു വർഗീയ പരാമർശങ്ങളൊന്നും കെ.പി. മധുവിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടില്ല എങ്കിൽ കൂടി ഈ പുൽപ്പള്ളി പ്രതിഷേധ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും അദ്ദേഹത്തിന് അധ്യക്ഷ സ്ഥാനം പോലും പോകാൻ ഇടയാക്കിയതും അതൊക്കെയായിരുന്നു. ഇപ്പോൾ ഈ ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തിന്റെ, വയനാട് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അദ്ദേഹം പാർട്ടി വിട്ടത് ആ മുന്നണി സ്ഥിരീകരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ കെ.പി. മധുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വിഭാഗത്തിന്റെ നേതാവാണ് എന്ന രീതിയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല പാർട്ടിയിൽ. അതുകൊണ്ട് തന്നെ കെ.പി. മധുവിന്റെ കൊഴിഞ്ഞുപോക്ക് പാർട്ടിയെ ബാധിച്ചിട്ടില്ല എന്ന നിലയിൽ തന്നെയാണ് ജില്ലാ നേതൃത്വം ഇപ്പോൾ നിലപാടെടുക്കുന്നത്. അത് സംബന്ധിച്ച് വിശദമായ പ്രതികരണങ്ങൾ ഇപ്പോഴില്ല എന്ന് മാത്രമാണ് അതിനെപ്പറ്റി പറയുന്നത്.
ശരി ശരി രതീഷിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പാർട്ടി വിട്ട വയനാട് മുൻ BJP ജില്ലാ പ്രസിഡന്റ് KP മധു അദ്ദേഹത്തെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൊഴിഞ്ഞുപോക്ക് പാർട്ടിയെ വലിയ തരത്തിൽ ബാധിക്കില്ല എന്നാണ് ഈ വയനാട് ജില്ലാ നേതൃത്വം BJP ജില്ലാ നേതൃത്വം പറയുന്നത്. ഈ സന്ദീപ് വാര്യർ പാർട്ടി വിടുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. BJP സംസ്ഥാന നേതൃത്വവും പാലക്കാട് ജില്ലാ നേതൃത്വവും ഒക്കെ പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു. സന്ദീപിന്റെ പോക്കൊന്നും ഒരു തരത്തിൽ നമ്മളെ ബാധിക്കില്ല, നമ്മൾ ഈ വലിയ രീതിയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു കയറും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ സന്ദീപിന്റെ പോക്ക് ഗുണമായോ അല്ലെങ്കിൽ പ്രശ്നമായോ എന്നൊന്നും അറിയില്ലെങ്കിൽ കൂടി അവിടെ BJP നല്ല രീതിയിൽ പരാജയപ്പെട്ടു. അപ്പോൾ KP മധുവിന്റെ കൊഴിഞ്ഞുപോക്ക്, KP മധു പാർട്ടി വിട്ടിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം മറ്റ് മുന്നണികളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. മറ്റ് മുന്നണികൾ തന്നെ സമീപിച്ചതായി KP മധു തന്നെ പറയുന്നു. ഒപ്പം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് UDF-ലേക്ക് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ KP മധുവിനെ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ KP മധു ഇതുവരെ നിലപാടെടുത്തിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയും എന്താണ് KP മധുവിന്റെ നിലപാട്, ഏത് വശത്തേക്കാണ് ചായുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി അറിയാൻ കഴിയും. ഇപ്പോൾ രതീഷ് വാസുദേവനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത്. ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നതും നമ്മുടെ രതീഷ് വാസുദേവൻ തന്നെയാണ്.